ഇന്ന് കാർത്തിക ആയതുകൊണ്ട് അമ്മ കുറച്ച് ചീനിയും ചേമ്പും കാച്ചിലും മധുരക്കിഴങ്ങും എല്ലാം കൂടി വെട്ടിപ്പിറക്കി എനിക്കിങ്ങ് തന്നട്ടോ. ഞാൻ പിന്നെ ഇതിനെ നന്നായിട്ട് കഴുകി ഒരു കുക്കറിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് നേരെ അടുപ്പിലോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം. അതിന് കുറച്ച് കൊച്ചുള്ളിയും 2 ബുള്ളറ്റ് മുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിന് ബുള്ളറ്റ് മുളക് എന്നാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഇതിനെ ഒന്ന് കൃഷി ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്കും അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ വിളക്ക് കത്തിച്ചു. വിളക്കത്തൊക്കെ എല്ലാം വെച്ചു. എല്ലാവർക്കും വേണ്ടി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചിരാത് കത്തിക്കുക കേട്ടോ. എൻ്റെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് ഫോർട്ട് കൊച്ചി കേട്ടോ. അവിടേക്ക് എല്ലാവരും ദീപാവലിക്കാണ് കത്തിക്കുന്നത്. ഇവിടെ പക്ഷേ എല്ലാവരും കാർത്തികയ്ക്കാണ് കത്തിക്കുന്നത്. എനിക്കിത് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ കാർത്തിക എന്താണെന്നൊക്കെ അറിയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല. ഞങ്ങൾ എല്ലാവരും ദീപാവലിയാണ് ആഘോഷിക്കുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണെന്ന് പറയണം. ഇങ്ങനെയൊക്കെയാണോ എന്ന് പറയണം. നിങ്ങൾ ഇതേപോലെ പുഴുക്കൊക്കെ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ പറയണം കേട്ടോ. അപ്പം ഞാനിവിടെ ഇങ്ങനെ എല്ലാം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ നാത്തൂൻ കുറച്ച് പായസമായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് അമ്പലത്തിൽ അവരുടെ ചെറുപ്പായിരുന്നു. അങ്ങനെ ആ പായസമൊക്കെ കുടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.